ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെലവിവിൽ മിസൈൽ മഴ പെയ്യിച്ച് ഇറാൻ. ഇസ്രായേൽ ടെഹ്റാനെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി കഴിഞ്ഞ ദിവസം 100ഓളം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിച്ചിരുന്നു. ഇറാനിൽ 100-ലേറെ സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ടെലവിവിൽ കനത്ത മിസൈൽ ആക്രമണം നടത്തുകയാണ്. ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റതായും CNN റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ്. ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇറാന്റെ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പാലിക്കാൻ ഇസ്രായേൽ സർക്കാർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. മിസൈൽ ആക്രമണത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റതായാണ് ഇസ്രായേൽ ഔദ്യോഗികമായി അറിയിച്ചത്. ടെലവിവിൽ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായും തുടർന്ന് വലിയ പുക ഉയർന്നെന്നും BBC റിപ്പോർട്ട് ചെയ്തു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെ നിർവീര്യമാക്കിയെന്നും BBCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ മിസൈൽ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ആക്രമണം ഉണ്ടായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് അപകട സൈറനുകൾ തുടർച്ചയായി മുഴങ്ങി. ജനങ്ങൾ ഭൂഗർഭ ബങ്കറുകളിൽ അഭയം തേടുകയും ചെയ്തു. അതിനിടെ ഇസ്രായേലിലെ ബെൻ ഗൂരിയോൺ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വ്യോമാതിർത്തി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ അടച്ചിടും. ഇസ്രായേലിൻ്റെ ഗതാഗത മന്ത്രാലയം കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം അറിയിച്ചത്. വിമാനത്താവളത്തിൻ്റെ വെബ്സൈറ്റ് ശനിയാഴ്ച മുതൽ പ്രവർത്തനരഹിതമാണെന്നും BBC റിപ്പോർട്ട് ചെയ്തു. ഇറാനിൽ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ടെഹ്റാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയും ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മേധാവി ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ മാത്രം 6 സ്ഫോടനങ്ങൾ നടന്നതായി IDF അറിയിച്ചു. ഇറാൻ്റെ ആണവ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും IDF വ്യക്തമാക്കി. ഇറാൻ്റെ ഭീഷണി നേരിടുന്നതിനായി ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ തുടരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ ടെഹ്റാനിൽ നടന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് 4 ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടെന്നാണ് ഇറാൻ മാധ്യമം തെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നാലെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എത്തി. ഇസ്രായേൽ ഭരണകൂടത്തിന് കഠിനമായ ശിക്ഷ നൽകുമെന്നാണ് അലി ഖമേനി ഔദ്യോഗികമായി പ്രതികരിച്ചത്. അതിനിടെ അടിക്ക് ഇറാൻ തിരിച്ചടിയും നൽകി. ഇറാൻ 100 ഡ്രോണുകളാണ് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചത്. ഇസ്രായേൽ സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചു. ആക്രമണങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയ ശേഷം വെള്ളിയാഴ്ച തന്നെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രതികാര നടപടി തുടങ്ങിയത്. IDF വക്താവ് എഫി ഡെഫ്രിൻ ആക്രമണ വിവരം സ്ഥിരീകരിച്ചതായി CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഭീഷണികളെ നേരിടാൻ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഡെഫ്രിൻ പറഞ്ഞു. അടിച്ചും തിരിച്ചടിച്ചും ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമാകുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷം മേഖലയിൽ ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്.